ബ്രെഡ് ഉണ്ടെങ്കിൽ രാവിലെ ഇതൊന്ന് ചെയ്താൽ മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ എഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഞാനിവിടെ ഗോതമ്പ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡിനേക്കാൾ ഫൈബർ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഗോതമ്പ് ബ്രെഡ് എടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായി നമുക്ക് ഒരു മുട്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് വീട്ടിലുള്ള പച്ചക്കറികളായ ക്യാരറ്റ്, ഓനിയൻ, ക്യാപ്സിക്കം, അതുപോലെ കൊറിയൻഡർ ലീഫ്, തക്കാളി, അങ്ങനെ കുറേ അധികം വെജിറ്റബിൾസ്, ബീൻസ് എല്ലാം നമുക്ക് ഓരോരോ സ്പൂൺ വെച്ച് അരിഞ്ഞു വെക്കാം. പിന്നെ ഒരു മുട്ട, നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ചൊരു ആവശ്യത്തിനനുസരിച്ചുള്ള ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏത് പച്ചക്കറി ആയാലും കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ മടിയുള്ളപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെജിറ്റബിൾസൊക്കെ അവരറിയാതെ തന്നെ കഴിച്ചു പോകും. അപ്പം നമുക്ക് വീട്ടിലുള്ള എല്ലാ വെജിറ്റബിൾസും എടുത്ത് ഇതേപോലെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പച്ചക്കറികളായിട്ട് ഇത് ബൗളിലേക്ക് ഇട്ടു. ഞാൻ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില, അത് നല്ല ഫ്ലേവർ കേട്ടോ. അതുപോലെ തന്നെ ടൊമാറ്റോ, അത് കുരു ഇല്ലാതെ കുറച്ച് അരിഞ്ഞാൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം ആവണ്ട. അപ്പോൾ കുറച്ച് അരിഞ്ഞാൽ മതി, കുരു മാറ്റി വെച്ചിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ സവാള അത് 1-2 ടീസ്പൂൺ അരിഞ്ഞോളും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തോളൂ. നമുക്കിനി നെക്സ്റ്റ് വേണ്ടത് വൈറ്റ് ബ്രെഡ് എടുക്കുന്നില്ല, ഗോതമ്പ് ബ്രെഡാണ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് ബ്രെഡ്, അതായത് വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണം നമുക്കിതിന് ആവശ്യമുള്ളൂ. ഒരു മുട്ടയും 3 ബ്രെഡ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ബ്രെഡ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ പ്ലേറ്റിലേക്ക് തട്ടിക്കുന്നില്ല, ജസ്റ്റ് ബ്രെഡ് മാത്രം ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കുക കേട്ടോ. ജസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായിരുന്നു, നോ മൈദ, ഫുൾ ഗ്രൈൻഡ് ആയിട്ടുള്ള ആട്ടയായിരുന്നു കേട്ടോ, അതായത് ഗോതമ്പ്. അപ്പോൾ നമ്മൾ സീറോ മൈദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ എന്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആട്ട അത്, അപ്പോൾ ഗോതമ്പ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്രെഡ് വൈറ്റ് ബ്രെഡിനേക്കാളും നല്ല സോഫ്റ്റ് ആയിരുന്നു, പിടിച്ചാൽ തന്നെ ഇപ്പോൾ പൊട്ടുന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ അത് കട്ടായി വന്നിട്ടുണ്ട്. ഇതേ അപ്പോൾ ഇങ്ങനെ സ്ക്വയർ പോർഷൻ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം, നല്ല ഭംഗിയിൽ മുറിച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഹാൻഡിൽ വിത്ത് കെയർ ആയിരുന്നു, പെട്ടെന്ന് പൊട്ടുന്ന ഒരു ടൈപ്പ് ബ്രെഡായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തത് ഇതേപോലെ കട്ട് ചെയ്യാം. അങ്ങനെ 3 നമ്മൾ ഇതിന് ഒരു മുട്ടയ്ക്ക് 3 നമുക്ക് ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് നെയ്യോ എണ്ണയോ അതുപോലെ തന്നെ ബട്ടറോ നമുക്ക് തേച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡില്ലേ, ബ്രെഡിൻ്റെ ആ സ്ക്വയർ ഇല്ലാത്ത പോർഷൻ നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാവേ. നമ്മളിപ്പോൾ 2 വെച്ചിട്ടുണ്ട് കേട്ടോ. 2 നല്ല ഒന്ന് ജസ്റ്റ് വെച്ച് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ അത് മറിച്ചിടണേ. പിന്നെ നമുക്ക് മറിക്കുമ്പോൾ അതിൻ്റെ കളർ ശരിയാവില്ല. അപ്പോൾ ഒരു സെക്കൻഡിൽ തന്നെ നമ്മൾ വെച്ച് ആ സമയത്ത് തന്നെ ഒരു സെക്കൻഡിൽ നമ്മൾ മറിച്ചിട്ടു കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സില്ലേ, അത് പതുക്കെ അതിൻ്റെ സെൻറ്റർ പോർഷൻ, ആ സ്ക്വയർ ഭാഗം കട്ട് ചെയ്തില്ല, ആ പോർഷനിൽ നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഒരുപാട് വേണ്ട, എല്ലാവിടെയും ഈവൻ ആവുന്നത് പോലെ നമുക്കൊരു 3 സ്പൂണോ മറ്റേ സ്പ്രെഡ് ചെയ്യാവേ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട്. അപ്പോൾ നോക്കി നല്ല രസമല്ലേ കാണാൻ, എല്ലാ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഭംഗിയില്ലേ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ കാലത്ത് ഈ ഒരെണ്ണം മതി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. ഇനി നമുക്ക് കുറച്ച് ചീസില്ലേ, അത് ഗ്രേറ്റ് ചെയ്തത്, അതായത് ചീസിൻ്റെ പീസസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, തൂവി കൊടുക്കാമേ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. പക്ഷെ നല്ലൊരു ഇതാണ്, കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും നല്ലൊരു അടിപൊളി സ്നാക്ക് ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ഒരു സ്നാക്ക് ഐറ്റം ആണ്. ഇനി നമ്മൾ ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ക്വയർ പോർഷനില്ലേ, അത് അതിൻ്റെ മുകളിലേക്ക് നന്നായി കറക്റ്റായിട്ട് അടച്ചു വയ്ക്കുന്ന പോലെ വെച്ച ശേഷം രണ്ടിനും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ നമ്മുടെ തവി കൊണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് ഉള്ളിലേക്ക്, അതായത് നമുക്ക് അറിയാൻ പാടില്ല ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ വെജിറ്റബിൾസും ചീസും എല്ലാം അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ച ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ആ ഡോർ അടയ്ക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് നന്നായിട്ട് ഇങ്ങനെ അടച്ചു വെക്കണം കേട്ടോ. നന്നായി പ്രസ് ചെയ്ത് ജസ്റ്റ് പ്രസ് ചെയ്ത് അടച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് ആ ചീസെല്ലാം മെൽട്ടാവുമ്പോൾ അത് സെറ്റാകുമ്പോൾ നന്നായിട്ട് അത് നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്നേ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ അതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം
ഇനി അടുത്ത സൈഡ് നമുക്ക് മറിച്ചിടാം കേട്ടോ. നമുക്ക് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു മുട്ടയും കുറച്ച് വെജിറ്റബിൾസും ഒരു 3 ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചാൽ നമ്മുടെ സ്റ്റഫ്ഡ് എഗ്ഗ് ബ്രെഡ് ടോസ്റ്റ് റെഡി ആവും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് ടൈമായിരുന്നു. ഇനി അവിടുത്തെ നമ്മുടെ ചീസും ഒരു സെക്കൻഡ് വെച്ച് കഴിഞ്ഞ ശേഷം മെൽട്ടായതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ നമുക്ക് പകർത്താം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കാലത്ത് കൊടുക്കാനും അതുപോലെ തന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാനും സ്നാക്കായിട്ടും ലഞ്ച് ബോക്സിനൊക്കെ ഒരു അടിപൊളി സൊല്യൂഷനാണ് നമ്മുടെ ഈ റെസിപ്പി കേട്ടോ. അപ്പോൾ എഗ് ബ്രെഡ് റെസിപ്പി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായം മെസ്സേജ് അയക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാവരും കാണണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.